രാം നാരായൺ രാം. ഇപ്പോൾ ഓരോ മനുഷ്യനും എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഭയവും മുതലായവയിൽ നിന്ന് മോചിതനാകാൻ കഴിയും. അവർ സ്വയം തന്നെ അറിയുകയും ബ്രഹ്മ സത്യത്തെ തിരിച്ചറിയുകയും പ്രകൃതിയുമായി സ്വന്തം ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ. കൂടാതെ രാം നാരായൺ രാം എന്ന ജപം ചെയ്യണം. രാം നാരായൺ രാം സൃഷ്ടിയിൽ ഒഴുകുന്ന ധാരയാണ്. രാ എന്ന ശബ്ദം അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. മാ എന്ന ശബ്ദം എടുത്തത് നമ്മുടെ ദിവ്യദൃഷ്ടി ഇല്ലാത്തതിനാലാണ്. അതിലൂടെ നമ്മൾ സമ്പൂർണ്ണ ബ്രാഹ്മണനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടു രാം നാമം ജപിച്ചപ്പോൾ അതിലൂടെ സമ്പൂർണ്ണ ബ്രാഹ്മണനെ ആഹ്വാനം ചെയ്തു. പിന്നീട് നാരായൺ ജപിക്കുന്നു. നാ എന്ന ശബ്ദം ബ്രാഹ്മണത്തിൽ ചുറ്റിപ്പറക്കുന്ന എല്ലാ അണു പരമു ഗാലക്സികളും ഉൾപ്പെടെ ആഹ്വാനം ചെയ്യുന്നു. പിന്നെ വീണ്ടും രാ ശബ്ദം വരുന്നു. അതിൻ്റെ അർത്ഥം മുൻപ് പറഞ്ഞതുപോലെ. തുടർന്ന് യ എന്ന ശബ്ദം, അതിൽ ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി, നമ്മുടെ 5 തത്വങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നു. പിന്നെ ന ശബ്ദം, അതിലൂടെ നമ്മുടെ സമ്പൂർണ്ണ ബ്രാഹ്മണത്തിലുള്ള അനേകം അജ്ഞാത ഗ്രഹങ്ങളും മറ്റ് ബ്രഹ്മാണ്ഡങ്ങളും ഇപ്പോഴും സയൻസ് കണ്ടെത്താനാകാത്ത അനേകം കാര്യങ്ങളും ആഹ്വാനിക്കുന്നു. അങ്ങനെ രാം നാരായൺ രാം ജപിച്ചപ്പോൾ സൃഷ്ടിയിൽ ഉള്ള എല്ലാം ആഹ്വാനിക്കുകയും പ്രണാമം അർപ്പിക്കുകയും എല്ലാ ജീവജാലങ്ങളെയും ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ കാലം കലിയുഗമാണ്. സത്യയുഗത്തിൽ എല്ലാവരുടെയും ആയുസ് 1,00,000 വർഷങ്ങളായിരുന്നു. അന്ന് ജനങ്ങൾ അതിവിപുലമായ തപസ്സു ചെയ്യുന്നു. തുടർന്ന് ത്രേതായുഗം വന്നു. അതിൽ ആയുസ് കുറച്ചു. ഹവനവും യജ്ഞവുമുണ്ടായിരുന്നു. പിന്നീട് ദ്വാപരയുഗം വന്നു. അത് കൂടുതൽ ആയുസ് കുറച്ചു. പ്രേമം പ്രചരിപ്പിക്കുകയും പ്രേമ സന്ദേശം നൽകുകയും ചെയ്തു. ഇപ്പോൾ കലിയുഗം ആണ്. മനുഷ്യന്റെ ആയുസ് 100 വർഷവും കഴിയുന്നില്ല. ഇത്തരത്തിൽ മനുഷ്യൻ സായാഹ്നത്തിൽ വരെ കുടുംബം, കുട്ടികൾ, ജോലി എന്നിവ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ധ്യാനം ചെയ്യാനും രാം നാമം ജപിക്കാനും സമയം കുറവാണ്. തുലസിദാസ് കവി പറയുന്നതുപോലെ കലിയുഗത്തിൽ രാം നാമം മാത്രമേ ആശ്രയമായുള്ളൂ. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും രാം നാമത്തിൻ്റെ മാധ്യമത്തിൽ തന്നെ നീങ്ങും. രോമരോമങ്ങളിലും നിവസിക്കുന്നവരാണ് രാം. ആ രാം നാമം രാം നാരായൺ രാം എന്നതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ബീജമന്ത്രം എല്ലാവരും ജപിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുക. രാം നാരായൺ രാം നാമത്തിൽ സമാധാനവും ശക്തിയും ഉണ്ട്. ഇത് നിങ്ങളെ ഊർജം നിറച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഫലമാക്കാൻ സഹായിക്കും. ഇത് നിങ്ങളെ സൃഷ്ടിയിലെ ബ്രഹ്മസത്യവുമായി ബന്ധിപ്പിക്കും. മനുഷ്യൻ പലപ്പോഴും സ്വയം പിഴച്ചും ദുർബലനായി കരുതാറുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും സ്ഥിതിഗതികൾ നമ്മുടെ വിരുദ്ധമാണ്. മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ല. നാം നമ്മുടെ വിവേകം കേൾക്കാനാകാറില്ല. അത്തരത്തിൽ ഒരാൾ നിരാശയും ഹതാശയും ആകുന്നു. അപ്പോൾ ധ്യാനം വളരെ സഹായകമാണ്. ധ്യാനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സും വിവേകവും അന്തരീക്ഷവും ശക്തിപ്പെടുത്തുന്നു. അവയെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. അതിനാൽ ഓരോരുത്തരും ധ്യാനം ചെയ്യണം. നിങ്ങളുടെ മനസ്സ് വിവേകം നിയന്ത്രണത്തിലായാൽ സൃഷ്ടി നിങ്ങളെ നല്ല പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കും. അതുവഴി നിങ്ങളുടെ ധർമ്മവും നിർവഹിക്കും. ധ്യാനം ഒരു തരത്തിലുള്ള ശബ്ദ ഊർജമാണ്. നമ്മുടെ ശരീരത്തിലെ 50,000 കോടി ആത്മാക്കളെ ഊർജം നൽകുന്നു. അതിലൂടെ ശരീരം ശക്തിയും ജീവിതം ചിന്താശേഷിയും വളർത്തുന്നു. ഈ ശബ്ദ ഊർജം എവിടെയാണ് നിന്നു വരുന്നത് എന്നറിയാൻ താൽപ്പര്യമുള്ളവർ ഉണ്ടാകും. ഇത് പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് പ്രകൃതി, സൃഷ്ടി, ആകാശം, ബ്രഹ്മാണ്ഡം തുടങ്ങിയവ നമ്മെ ജീവിക്കാനിടയായി പ്രവർത്തിക്കാനിടയായി സേവിക്കുന്നു. രാം നാരായൺ രാം നാമത്തിൽ ബന്ധിപ്പിക്കുമ്പോൾ
നിങ്ങൾ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തെ ഓർമ്മിക്കും. ഈ ബീജമന്ത്രത്തിൽ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടം അടങ്ങിയിരിക്കുന്നു. അതിനാൽ രാം നാരായൺ രാം ജപിക്കാൻ തുടരെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും ധർമ്മത്തിൻ്റെയും പറ്റി ഭ്രമമുണ്ടാക്കേണ്ട. ഈ ബീജമന്ത്രത്തിലൂടെ ബന്ധിപ്പിക്കുമ്പോൾ പ്രവർത്തനങ്ങളും ധർമ്മവും സ്വയം നിങ്ങളെ അനുഗ്രഹിക്കും. രാം നാരായൺ രാം.